എന്ന് സ്വപ്നങ്ങൾ കണ്ട് മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ചൊരു പാവം സ്നേഹിക്കുന്നവർ വേദനിപ്പിക്കുമ്പോൾ മാത്രം പൊട്ടിത്തെറിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സാറേ. എന്തേ? ഈ വണ്ടി റോങ് സൈഡാ പോക്ക്. ഇത് പ്രശ്നമാണ്. കാര്യം പറ. അവര് രണ്ടും കൂടെ കാണണം, സംസാരിക്കണമെന്ന് തീരുമാനിച്ചാ പിന്നെ നമ്മൾ തടഞ്ഞാ നിൽക്കുവോ? താൻ ആരുടെ കാര്യം പറയണേ? സിദ്ധാർത്ഥന്റെയും മൈനയുടെയും. അവനിപ്പോ ഇവിടെ തന്നെയാ സാറേ. സുഖമില്ലാത്തൊരു കുഞ്ഞ് ആശുപത്രി കിടക്കുക. ഇത് തീക്കളിയാ സാറേ. അങ്ങനെ ഒരു വാക്ക് നമുക്കിടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ ഹരിയേട്ടാ. ശരിയായിരിക്കാം. പഴയ മുഖങ്ങളെല്ലാം മാഞ്ഞു പോവുകയല്ലേ സ്വയം. പുതിയ മുഖങ്ങളാണിപ്പോ പലർക്കും. അതുകൊണ്ടാവാം പുതിയ പ്രയോഗങ്ങളും വാക്കുകളും വന്നു പോകുന്നത്. നീ ഇപ്പോ വർക്ക്ഷോപ്പിലേക്കൊന്നും തീരെ പോകാറില്ലെന്നറിഞ്ഞു. ഇവിടെ ഹോസ്പിറ്റലിലും ആർക്കും കാണാൻ കിട്ടണില്ലെന്നറിഞ്ഞു. എവിടേക്കാ പിന്നെ നീ പോണത്? ഇത് ചോദിക്കാനാണെങ്കിൽ വേറെ ഒത്തിരി ഇടങ്ങൾ ഉണ്ടായിരുന്നില്ലേ നമുക്ക്. ഇതിപ്പോ ഇത്ര ദൂരത്തേക്ക് വരേണ്ടിയിരുന്നില്ല ഹരിയേട്ടൻ, അതും ഈ ലേറ്റ് ടൈമില്. ഈ കടൽ കണ്ടോ സിദ്ധു നീ? അറ്റം കാണാനാവാത്ത കടൽ. ദാ എത്ര ഊറ്റം കൊണ്ട് ഇരച്ചു വന്നാലും തിരകൾ ഏറിയാൽ ആ അതിർത്തി രേഖ വിട്ട് ഇങ്ങോട്ട് വരാറില്ല. ഈശ്വരൻ കൽപ്പിച്ചു കൊടുത്ത അതിർവരമ്പുകൾ പാലിക്കുന്നു കടൽ പോലും. എപ്പോഴെങ്കിലും ആ അതിരുകൾ മറികടന്ന് കടൽ കരയിലേക്ക് ഇരച്ചു കയറിയാൽ പിന്നെ കരയില്ല, നമ്മളില്ല, ഈ പ്രപഞ്ചമില്ല. പ്രളയമെന്നാണ് നമ്മളതിന് പേരിട്ടിരിക്കുന്നത്. കണ്ണെത്താ ദൂരത്തോളം നിറഞ്ഞു കിടക്കുന്ന ഈ മഹാസമുദ്രം പോലും കൽപ്പിച്ചു കൊടുത്ത അതിരുകൾ മാനിക്കുന്നു. പക്ഷേ നിസ്സാരരായ നമ്മൾ മനുഷ്യരോ സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി അരുത് എന്ന് വിലക്കിയതെല്ലാം മുറിച്ചു കടക്കുന്നു. അഹങ്കാരമാണത്, അല്ലേ സിദ്ധു? അത്രയ്ക്കൊന്നും ഫിലോസഫിക്കൽ ആവണ്ട ഹരിയേട്ടൻ. ചോദിക്കാനും പറയാനും ആഗ്രഹിക്കുന്നത് എന്നോടാവുമ്പോ ഹരിയേട്ടന് ഒരു മുഖവരയുടെ പോലും ആവശ്യമുണ്ടോ? പറഞ്ഞു താ എനിക്ക്. എന്നും സ്വാർത്ഥനായിരുന്നു നിങ്ങൾ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ എല്ലാവരും ജീവിക്കണമെന്ന സ്വാർത്ഥത അല്ലേ? നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളൊക്കെ മറ്റാരെ സ്നേഹിക്കരുത് എന്നുള്ള സ്വാർത്ഥത മതി, ഇനി വേണ്ട. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പേര് പറഞ്ഞ് ഒരു കടൽ കിഴവനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിന് ഇനി കാവൽ നിൽക്കേണ്ട ഹരിയേട്ടൻ. ഹരി, ഞാൻ തോൽക്കാണ് ഗൗരി. വീണ്ടും വീണ്ടും എന്നെ തോൽപ്പിക്കുക എല്ലാരും. കുത്തേറ്റ് മുറിഞ്ഞ നെഞ്ചിലെ മുറിപ്പാട് ഉണങ്ങും മുമ്പേ വീണ്ടും വീണ്ടും കുത്ത്. വിധിയോ ഈശ്വരന്മാരോ ആരാ എന്റെ ശത്രുപക്ഷത്ത്? മനസ്സിലാവണില്ല എനിക്ക്. അവൻ എന്റെ കൂടപ്പിറപ്പായിരുന്നു. ഞാൻ തകർന്നു നിന്നപ്പോഴെല്ലാം എനിക്കൊരു താങ്ങായിരുന്നു അവൻ. എന്റെ നിഴലായിരുന്നു. ആ നിഴല് തന്നെ ഇപ്പൊ എന്നെ തിരിഞ്ഞു കൊത്താൻ തുടങ്ങിയിരിക്കുന്നു ഗൗരി. ഇനിയും തടഞ്ഞു നിർത്താനുള്ള ശക്തിയില്ല എനിക്ക് അവനെ. അവൻ മൈനെ കാണും. എത്ര നാളും മൈനയ്ക്ക് അവനെ നിഷേധിക്കാനോ കാണാതിരിക്കാനോ കഴിയും? അവളൊരു പാവ. എനിക്ക് വേണ്ടി, മാനസിക്ക് വേണ്ടി എന്നും സങ്കടങ്ങൾ മാത്രം നെഞ്ചിലേറ്റിയൊരു പാവം. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാണ് സിദ്ധു. എനിക്കറിയാം അവനോളം വരില്ല അവൾക്ക് മറ്റാരും, ഈ ഞാൻ പോലും. വേണ്ടിയിരുന്നില്ല സിദ്ധു. ഹരിയേട്ടനോട് അങ്ങനെയൊന്നും പറയരുതായിരുന്നു. ഇതിപ്പോ ഹരിയേട്ടന്റെ മനസ്സ് വേദനിപ്പിക്കാന്ന് പറഞ്ഞ അതാരായാലും എനിക്ക് അംഗീകരിക്കാനാവില്ല. ഓഹോ, അപ്പൊ ഞാനാരും അല്ലേ? എന്റെ മനസ്സും സങ്കടങ്ങളൊന്നും ഇവിടെ ആർക്കൊരു വിഷയമല്ലേ? പറമേനെ, ഞാൻ അങ്ങനെ അല്ലല്ലോ ഉദ്ദേശിച്ചത്. മനസ്സില് ദൈവങ്ങൾക്കൊപ്പം വെച്ച് ആരാധിച്ചിരുന്ന രൂപം ഹരിയേട്ടന്റെ.
ആ നാവിൽ നിന്നും ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് ഞാൻ കേട്ടത്.